എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബൈബിളിലെ കഥ അല്ലെങ്കിൽ ഒരു ബൈബിളിലെ കഥാപാത്രം ഉണ്ടാവും അല്ലേ? എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ചെറുപ്രായം തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് എലൈജ. ഏലിയാവിൻ്റെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു സ്റ്റോറി. ഏലിയാവിൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ്. അതിന് 1-ാം വാക്യത്തിൽ ഏലിയാവിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ എന്നെ ഒത്തിരി എന്നെ ആകർഷിച്ചു. തിഷ്ബയിൽ നിന്ന് തിഷ്ബിയനായ ഏലിയാവ്, അത്രേ ഉള്ളൂ. ഏലിയാവിൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് എഴുതിയിട്ടില്ല, ഏത് ഗോത്രത്തിലുള്ളതാണെന്ന് എഴുതിയിട്ടില്ല, ക്ലാൻ എന്തുവാന്ന് എഴുതിയിട്ടില്ല. പഴയ നിയമത്തിൽ നമ്മൾ പ്രവാചകന്മാരുടെ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ വായിച്ചാൽ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെയോ അവരുടെ നേതാക്കന്മാരുടെയോ ഒക്കെ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ എല്ലാവരെക്കുറിച്ചും അവരേത് സ്ഥലത്തുള്ളതാണെന്ന് എഴുതിയിട്ടുണ്ട്, അവരുടെ ഗോത്രം ഏതാണെന്ന് എഴുതിയിട്ടുണ്ട്, അവരുടെ ക്ലാൻ ഏതാണെന്ന് എഴുതിയിട്ടുണ്ട്, ഫാമിലി ക്ലാൻ. പിന്നെ അവരുടെ മാതാപിതാക്കൾ ആരാന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങൾ ആരാന്ന് പോലും ചിലരുടെയൊക്കെ കേസിൽ എഴുതിയിട്ടുണ്ട്. ഏലിയാവിൻ്റെ കേസിൽ ഇതൊന്നും എഴുതിയിട്ടില്ല. അതിനുശേഷം പെട്ടെന്ന് പറയുന്ന ഏലിയാവ് ചെയ്ത പ്രവൃത്തി, തിഷ്ബയിൽ നിന്ന് തിഷ്ബിയനായ ഏലിയാവ് എന്താ ചെയ്യുന്നത്? അവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു പോകുന്നു. എന്നിട്ട് ധൈര്യമായിട്ട് രാജാവിനോട് കൈ ചൂണ്ടി പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഴയും മഞ്ഞും പെയ്യത്തില്ല. അപ്പോൾ ആ ഏലിയാവിൻ്റെ ആ ഒരു ധൈര്യം ഇത് എവിടുന്ന് വന്നു? കാരണം അന്നത്തെ കാലത്ത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദുഷ്ടത നിറഞ്ഞ രാജാവും രാജ്ഞിയുമാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, അഹാബും ഇസബേലും. അവരുടെ മുൻപിൽ പോയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു ധൈര്യം, ഈ ഒരു ഇതുപോലത്തെ ഒരു പവർഫുൾ മിനിസ്ട്രി, അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഏലിയാവും ദൈവവുമായിട്ടുള്ള ബന്ധം ഭയങ്കര അടുത്ത ബന്ധമായി. ഏലിയാവ് അഹാബിനോട് പറയാണ്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ യഹോവയുടെ മുൻപിൽ, ഇസ്രായേലിൻ്റെ യഹോവയാണ് സോ ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ യഹോവ. ആ ഒരു ഭയങ്കര, അതായിരുന്നു ഏലിയാവിൻ്റെ കോൺഫിഡൻസ്, ദൈവവുമായിട്ടുള്ള ആ അടുപ്പം. അതിനുശേഷം ഏലിയാവ് പറഞ്ഞ പോലെ തന്നെ നടന്നു. 3.5 വർഷക്കാലം മഴയും പെയ്തില്ല, മഞ്ഞും പെയ്തില്ല, ദേശം മുഴുവനും ക്ഷാമം, ജനങ്ങളെല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുക. അപ്പോൾ ദൈവം ഏലിയാവിൻ്റെ കാര്യം അങ്ങ് ഏറ്റെടുത്തു. ഡോണ്ട് വറി, നിനക്ക് ഫുൾ ടൈം നല്ല ഭക്ഷണം ഞാൻ തരും. എന്താ, ആദ്യം കുറേ നാളത്തേന് ഏലിയാവ് എവിടെ ഇരുന്നോ അവിടെ ഫ്രഷ് ഫുഡ് ഹോം ഡെലിവറി സിസ്റ്റം അങ്ങ് തുടങ്ങി. നമ്മുടെ ഈ ഹോം ഡെലിവറി ഫുഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആദ്യമായിട്ട് തുടങ്ങി ഏലിയാവിൻ്റെ കാലത്ത്. അതും എങ്ങനെയാണെന്നറിയോ? ബൈ എയർമെയിൽ സർവീസ്. ഇതെല്ലാം അന്ന് തുടങ്ങി. ദൈവം ഏലിയാവിന് വേണ്ടി, തൻ്റെ ഭക്തന് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, അതിനുശേഷം ദൈവം പറഞ്ഞു, ഓക്കെ, ഈ തോട് പറ്റാറായി, ഇവിടുന്ന് എഴുന്നേറ്റോ, അടുത്ത ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോവാ. എന്താ, ഇസ്രായേലിൻ്റെ വെളിയിൽ വേറൊരു ദേശത്ത് അവിടെ ഒരു ഫ്രീ ഹോം സ്റ്റേ, ഫുഡും കിട്ടും, താമസവും ഉണ്ട്, ഫ്രീ, എല്ലാം ഫ്രീ. ഈ ഹോം സ്റ്റേ പരിപാടിയൊക്കെ അന്ന് തുടങ്ങിയതാണ്. എന്തായാലും ഏലിയാവിനെ സംബന്ധിച്ച് എവ്രി സിംഗിൾ ഡേ, ഓരോ ദിവസവും സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് എന്ന് പറയുന്നത് ഒരു നോർമലായിരുന്നു. അതൊരു നോർമലാണ്. ഏലിയാവ് പറയുന്നത്, ഇസ്രായേലിൻ്റെ യഹോവയായ ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്, ഇനി ഇതൊക്കെ നടക്കാതിരിക്കും, ഇതൊക്കെ നോർമലാണ് ഏലിയാവിനെ സംബന്ധിച്ച്. നമ്മളിതൊക്കെ വായിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നറിയാം? ഏലിയാവ് പഴയ നിയമത്തിലെ ഒരു മനുഷ്യനാണ്. നമ്മൾ പുതിയ നിയമത്തിൽ ദൈവമക്കൾ എന്ന് നമ്മളെ തന്നെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് പോലും ഏലിയാവ് ദൈവം മകൻ എന്ന് ഏലിയാവ് പറയുന്നില്ല. അങ്ങനെ പറയാനുള്ള ഒരു അധികാരം ഏലിയാവിനില്ലായിരുന്നു. പക്ഷേ ഏലിയാവിനുണ്ടായിരുന്ന ആ അടുപ്പം ഞങ്ങൾ മക്കൾ എന്ന് പറഞ്ഞിട്ടും നമുക്കില്ലാതെയായിപ്പോയി. അതിനുശേഷം ഈ 3.5 വർഷക്കാലം ക്ഷാമം കഴിഞ്ഞപ്പോഴത്തേന് ഏലിയാവ് പോയി അഹാബിനോട് പറയുക, ഹലോ, ഇസ്രായേലിനെ മുഴുവനും ഞാൻ പറയുന്ന കർമ്മേൽ പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അത് മാത്രമല്ല, നിൻ്റെ ഭാര്യയുടെ മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്ന ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും അശരയുടെ 400 പ്രവാചകനെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുപോവാ, എനിക്കൊരു കാര്യം തീരുമാനിക്കാനുണ്ട്. ആഹാബ് ഏലിയാവ് പറഞ്ഞു അതുപോലെ അനുസരിച്ചു. കാരണം ആഹാബിനറിയായിരുന്നു, ഈ മനുഷ്യനൊരു വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ നടക്കും. പിറ്റേ ദിവസം ഹോൾ ഇസ്രായേൽ മുഴുവനും ആ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്, അതിന് ചുറ്റും നിൽക്കുകയാണ് ബാലിൻ്റെ 450 പ്രവാചകന്മാരും. ഈ ബാലെന്ന് പറയുന്നത് ഇടിവെട്ടുന്നതിൻ്റെയും കൊല്ലാൻ മിന്നുന്നതിൻ്റെയും മഴ പെയ്യുന്നതിൻ്റെയും ദേവനായിട്ടാണ് ഇവർ ആരാധിക്കുന്നത്. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഇടിവെട്ടുകയും കൊല്ലാൻ മിന്നുകയും ഒക്കെ ചെയ്യാമെങ്കിലേ സ്വർഗത്തിൽ നിന്ന് തീയിറക്കാൻ എളുപ്പമല്ലേ, നിൻ്റെ ദേവനോട് പറ ഒന്ന് തീയിറക്കാൻ, അന്നേരം ഞങ്ങൾ വിശ്വസിക്കാം ബാലാദേവൻ. ഇവരെല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭയങ്കര ബഹളം. നമുക്ക് ആ കഥയെല്ലാം അറിയാൻ, ഞാൻ ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെങ്കിൽ വൈകുന്നേരം ആയപ്പോൾ, സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായപ്പോൾ ഏലിയാവ് ജനത്തെ എല്ലാം വിളിച്ചു, മതി തമാശ കണ്ടത്, ഇങ്ങോട്ട് വാ, എല്ലാവരും ഇങ്ങോട്ട് വാ.
എന്നിട്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കുന്ന യഹോവയുടെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ ആദ്യം പണിയണം. അതെങ്ങനെയാണ് പണിതതെന്നറിയോ? ഇസ്രായേലിൻ്റെ ഓരോ ഗോത്രത്തിനനുസരിച്ച് ഓരോ കല്ലെടുത്ത്, അതായത് പ്രമാണമനുസരിച്ച് തെറ്റിപ്പോയതിനെല്ലാം ഏലിയാവ് ആദ്യം ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് ഏലിയാവ് പ്രാർത്ഥിച്ച്. പ്രിയദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ഓർക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് എന്താ? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് ദൈവവചന പ്രകാരമാണോ നമ്മുടെ ജീവിതം, അതുമായിട്ട് അലൈൻ ആവുന്നുണ്ടോ നമ്മളൊന്ന് നോക്കണം. അല്ലെങ്കിൽ അതിനെ യഥാസ്ഥാനപ്പെടുത്തണം. എന്നിട്ടൊരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. അത് നമ്മളൊന്ന് വായിച്ചു നോക്കി. ഏലിയാവിൻ്റെ ആ പ്രാർത്ഥന, നിങ്ങളൊരു വാച്ച് എടുത്തിട്ട്, ഒരു സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് ഏലിയാവിൻ്റെ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണം. ഞാൻ ചെയ്തു. 30 സെക്കൻഡേ ഉള്ളൂ. 30 സെക്കൻഡിൽ താണം നിൽക്കും. 30 സെക്കൻഡ്സ് നീണ്ട ഒരു പ്രാർത്ഥന. ഒരു നമ്മളൊക്കെ പബ്ലിക്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എത്ര നേരം പ്രാർത്ഥിക്കും? 2, 3, 5, 10, 20 മിനിറ്റ് വരെയൊക്കെ വലിച്ചു നീട്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വല്ലതും നടക്കുന്നുണ്ടോ? ഏലിയാവ് 30 സെക്കൻഡ് പ്രാർത്ഥിച്ചു, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ഞാൻ ഇത് പറയാൻ കാരണം ഏലിയാവും ദൈവവുമായിട്ടുള്ള ആ ക്ലോസ്നെസ്സിനെയാണ് ഇത് കാണിക്കുന്നത്. ഇത് കണ്ടപ്പോഴത്തേന് ജനത്തിൻ്റെ ഇടയിൽ മനസാന്തരം വന്നു. ജനം മുഴുവനും സാഷ്ടാംഗം വീണു. ദ ലോർഡ് ഹി ഈസ് ഗോഡ്, ദ ലോർഡ് ഹി ഈസ് ഗോഡ്, യഹോവയാകുന്ന ദൈവം തന്നെ ദൈവം എന്ന് അവർ സമ്മതിച്ചു. ഏലിയാവ് പറഞ്ഞു, ആണോ? ആണെങ്കിൽ ഓക്കെ, കള്ളപ്രവാചകന്മാരെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോവാം. എല്ലാവരെയും പിടിച്ചുകൊണ്ട് വന്നു. എല്ലാവരെയും ഏലിയാവ് തന്നെ അവിടെ വെട്ടിക്കൊന്നു. അതിനുശേഷം ഏലിയാവ് ആഹാബിനോട് പറഞ്ഞപ്പോൾ ആഹാബ് ഇതെല്ലാം കണ്ടിങ്ങനെ പേടിച്ച് വേറിണ്ടിരിക്കുക കേട്ടോ. ഇസബേൽ കൂടെ ഇല്ല. ഇസബേൽ ഓർത്ത് കാണും, ഓ എൻ്റെ 450 പ്രവാചകന്മാരുടെ മുന്നേ ഒരു ഏലിയാവ് എന്നെ എടുക്കാനാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇസബേൽ അങ്ങോട്ട് വന്നില്ല. ഇസബേൽ പാലസിനകത്ത് റിലാക്സ് ചെയ്യുക. ആഹാബ് ഇതെല്ലാം കണ്ട് പേടിച്ച് വരച്ച് ഏലിയാവ് പോയി പറഞ്ഞു, പേടിക്കണ്ട, വിശന്നിരിക്കുമല്ലേ, പോയി വല്ലതും കഴിച്ചോ? ഞാൻ മഴയുടെ ശബ്ദം കേൾക്കുന്നു. മഴ പെയ്യുന്നതിന് മുമ്പേ പെട്ടെന്ന് വല്ലതും കഴിച്ചിട്ട് രഥത്തെ കയറി നീ സ്പീഡിൽ പോക്കോ, മഴ നിന്നെ നിർത്തുന്നതിന് മുമ്പ്. അപ്പം ആഹാബ് ഭക്ഷണം കഴിക്കാൻ പോയി. ഏലിയാവോ അന്നേരവും ഭക്ഷണം കഴിച്ചില്ല. ഏലിയാവ് പ്രാർത്ഥിക്കാൻ പോയി. ഏലിയാവിന് അറിയാം ഞാൻ പറഞ്ഞ പോലെ ദൈവം ചെയ്യും. പക്ഷേ ദൈവസന്നിധിയിൽ ഒന്നിരിക്കാൻ പോയി. അപ്പാ, ഞാൻ പറഞ്ഞ വാക്കിനെ നീ മാനിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ നിന്നോട് പറയാം, മഴ പെയ്യിക്കണം, മേഘം പൊങ്ങ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മേഘം, ഒരു കൈ പോലെ ഒരു മേഘം പൊങ്ങുന്ന കണ്ടപ്പോൾ പ്രാർത്ഥന നിർത്തി. ഏലിയാവ് അവിടുന്ന് എഴുന്നേറ്റു. ആഹാബ് രഥത്തിൻ്റെ മുകളിൽ കയറി പൊക്കോണ്ടിരിക്കുക. പക്ഷെ ആഹാബിൻ്റെ രഥത്തിനെക്കാട്ടി സ്പീഡിൽ ഓടാനുള്ള ദിവ്യ സ്പീഡ് ദൈവം കൊടുത്തു. ഈ ദേവദാസൻ്റെ ജീവിതത്തിൽ നടക്കുന്ന, അതാ ഞാൻ പറഞ്ഞേ, അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്, അസാധാരണ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നോർമൽ ലൈഫാണ്. ഞാൻ സേവിക്കുന്ന ദൈവം ഇത്രയും വലിയ ദൈവമല്ലേ, അപ്പോൾ പിന്നെ ഇതൊക്കെ നടന്നില്ലെങ്കിലാണ് ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം. ഏലിയാവ് അങ്ങനെ ഓടി ആഹാബിനെക്കാട്ടി മുൻപിലെത്തി. അപ്പം എൻ്റെ ഒരു ഭാവനയാകട്ടോ, ഇസബേൽ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുമല്ലോ, പെട്ടെന്ന് നല്ല മഴയും തണ്ടറും ഒക്കെ. പുറത്തേക്ക് നോക്കിയപ്പോൾ ആ സൗണ്ടൊക്കെ കേട്ട് ജനലിൽ നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ മഴ പെയ്യുന്നു. ആദ്യം ഒന്ന് സന്തോഷിച്ചു കാണും, എൻ്റെ ബാൽദേവൻ പ്രാർത്ഥന കേട്ടെന്ന് ഓർത്ത് കാണും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ ആഹാബ് ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് വരിക. അപ്പം ആഹാബ് വന്നപ്പോൾ ആഹാബിനോട് ചോദിച്ചു, എന്തായി? ആഹാബ് നടന്നതും മുഴുവനും പറഞ്ഞു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന വാട്ട് എവർ ടുക്ക് പ്ലേസ്, നടന്നതെല്ലാം, ഇൻക്ലൂഡിങ് ഏലിയാവ് 450 കള്ളപ്രവാചകന്മാരെ കൊന്ന കാര്യവും പറഞ്ഞു. ഇത് എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. കാരണം ഇസബേലിന് മാനസാന്തരപ്പെടാൻ നല്ല അവസരമായിരുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. അപ്പോൾ യഥാർത്ഥ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് ഇസബേലിന് വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ഉള്ള നല്ല അവസരമായിരുന്നു. പക്ഷെങ്കിൽ ഹൃദയകാഠിന്യമുള്ള മനുഷ്യർ അത്ഭുതങ്ങൾ കണ്ടാലും അടയാളങ്ങൾ കണ്ടാലും മാനസാന്തരപ്പെടത്തില്ല. അവരിച്ചൂടെ കാഠിന്യം വന്നുകൊണ്ടേയിരിക്കും. ഈ ഇസബേൽ സേവിച്ചുകൊണ്ടിരുന്ന അവളുടെ ജീവനെ അവൾ ഈ പിശാചിനെ അങ്ങ് വിട്ടുകൊടുത്തിരുന്ന ഒരു സ്ത്രീയാണ്. അത് കാരണം മാനസാന്തരം വരാൻ ബുദ്ധിമുട്ടാണ്. അവളെന്ത് ചെയ്തു? അവൾ ഇച്ചിരൂടെ കാഠിന്യപ്പെട്ടു. അവൾ ഏലിയാവിന് ഒരു എഴുത്തെഴുതി അയച്ചു കൊടുത്തു. ഒരു മെസ്സഞ്ചർ ആളയച്ചു. ഏലിയാവിനോട് പറയിപ്പിച്ചു, നാളെ ഈ സമയത്ത് നിൻ്റെ ജീവൻ അവരിൽ ഒരാളെ പോലെ ആക്കിയില്ല എങ്കിൽ മേ ദ ലോർഡ്സ് ഡു ടു മീ എവർ സോ സിവിയർലി. അങ്ങനെ ഒരു എഴുത്തെഴുതി അങ്ങ് അയച്ചു. ഒരു എഴുത്തെഴുതി. അപ്പം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ KJV ബൈബിളിൽ പറയുന്നത് വെൻ എലൈജ സോ ദാറ്റ്, 19-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, വെൻ എലൈജ സോ ദാറ്റ്
അവനത് കണ്ടപ്പോൾ. എന്ത് കണ്ടപ്പോൾ? ആ ഒരു 1 ലൈൻ എഴുത്ത്, അതൊരു എഴുത്തുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു കുറിപ്പ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പാസ്റ്റർമാരൊക്കെ സ്റ്റേജിൽ പ്രസംഗിക്കാനൊക്കെ, ഈ കൺവെൻഷനിലൊക്കെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് പാസ്റ്ററോട് ഒരു ചെറിയൊരു മെസ്സേജ്, ഒരു സന്ദേശം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യും? സ്റ്റേജിൽ കയറി പോകത്തില്ല, ഒരു ചെറിയൊരു നോട്ട് എഴുതി ഒരു കുഞ്ഞിനെ വിളിച്ച് ഇത് കൊണ്ട് ആ പാസ്റ്റർ കണ്ടി കൊടുക്കാൻ പറയും. അങ്ങനത്തെ ഒരു കുഞ്ഞ് നോട്ടായത്, അത്രേ ഉള്ളൂ. പക്ഷെ അത് കണ്ടപ്പോൾ ഈ അത്ഭുതങ്ങളിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ ദൈവഭക്തനായ ഈ വലിയ ദൈവ മനുഷ്യൻ്റെ അവൻ്റെ ഉള്ളിൽ ഭയം വന്നു. അവൻ ഭയപ്പെട്ടു എന്ന് പറയുന്നു. അവൻ അവിടുന്ന് ജീവനെ രക്ഷിക്കാനായിട്ട് ഓടിപ്പോകണം. പ്രിയ ദൈവമക്കളെ, എങ്ങോട്ടാണ് ഏലിയാവ് ഓടിപ്പോയതെന്നുള്ളതാണ് എൻ്റെ ശരിക്കുമുള്ള വിഷയം. പക്ഷെ ആ വിഷയത്തിലേക്ക് പോകാൻ ഇന്ന് നമുക്ക് സമയമില്ല. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ആഴ്ച, അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഡിസ്കഷൻ. പക്ഷേങ്കിൽ ഇവിടെ നമുക്കൊന്ന് നിൽക്കാം. ഈ മനുഷ്യൻ ഇവിടുന്ന് ഓടിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ നെയ്ബേഴ്സ് എന്ത് ചെയ്ത് കാണും? കളിയാക്കി കാണും അല്ലേ? ഇന്നലെ തീ ഇറക്കിയവനല്ലേ നീ? നീയല്ലേ വലിയ ധൈര്യശാലി, എന്ത് പറ്റി, നിൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? പ്രിയ ദൈവമക്കളെ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അപ്പോൾ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എപ്പം വേണമെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാം. ഞാൻ കേട്ടിട്ടുണ്ട് പലരും ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഏലിയാവിനെ ഇപ്പോഴത്തെ കാലത്ത് തന്നെ ആൾക്കാർ വായിച്ചിട്ട് കളിയാക്കുന്ന കേട്ടിട്ടുണ്ടോ, ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്ത് ഏലിയാവ് പേടിച്ചു പോയല്ലോ. നമ്മൾക്കും സംഭവിക്കാം, നമ്മളും പേടിക്കാം, നമ്മളുടെ ഉള്ളിലും ധൈര്യം ചോർന്നു പോകുന്ന അവസ്ഥകൾ വരാം. നമ്മൾ എന്താണ് അന്നേരം ചെയ്യേണ്ടത്? ഒന്ന്, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ലെറ്റ് മീ എൻകറേജ് യു. ഏലിയാവിന് വരെ അത് സംഭവിച്ചു, അതുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങളിതിൽ നിന്ന് പുറത്തു വരും. രണ്ടാമത്തെ കാര്യം, ഏലിയാവിനെ ഇങ്ങനത്തെ ഒരാളിനെ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ദൈവവചനം പറയുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അവിടെ പറയുന്നത്, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. അതായത് ഭയമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? കളിയാക്കുമല്ല, അവരോട് പ്രസംഗിക്കുമല്ല, അവരെ ധൈര്യപ്പെടുത്തണം. ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്ന ദ ഫെയിൻറ്റ് ഹാർട്ടഡ്, അല്ലെങ്കിൽ ദ ഡിസ്കറേജ്ഡ്, അല്ലെങ്കിൽ ഈ ബൈബിളിൽ പറയുന്നത് ദ ടിമ്മിഡായിട്ടുള്ളവരെ എന്ത് പറയണം? എൻകറേജ് ദം. നമ്മൾക്ക് പറ്റുന്ന പരാജയം ഇവിടെയാണ്. ഏലിയാവിനെ ഇതുപോലെ താങ്ങാനായിട്ട് അല്ലെങ്കിൽ ബലപ്പെടുത്താനായിട്ട് ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഏലിയാവ് അവിടെ നിന്ന് ഓടിപ്പോകേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. ഒരാൾ മതിയായിരുന്നു. ഒരാൾ പോയി ഏലിയാവിനോട് പറഞ്ഞാൽ മതിയായിരുന്നു, സാരമില്ല സഹോദര, നീ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത ആളല്ലേ, നീ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചനല്ലേ, ഇതിൽ നിന്ന് ദൈവം വിടുവിക്കും, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ. ഇത്രയും ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പറയാൻ ഒരാളെ കിട്ടിയില്ല. അത് കാരണം ഏലിയാവ് അവിടുന്ന് ഓടിപ്പോയി. പ്രിയ ദൈവമക്കളെ, ദൈവവചനം പറയുന്ന പോലെ അന്യോന്യം താങ്ങുന്നവരാകാം, അന്യോന്യം ബലപ്പെടുത്തുന്നവരായി നമ്മൾക്ക് മാറാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ബാക്കി ഏലിയാവ് എങ്ങോട്ട് പോയി, എന്തിനു പോയി എന്നുള്ളത്, അതാണ് എൻ്റെ മെയിൻ വിഷയം. അടുത്ത ആഴ്ചയിൽ, അടുത്ത എപ്പിസോഡിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.